തിരുവനന്തപുരം നഗരസഭയിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? UDFന്റെ ശബരിനാഥൻ തിരുവനന്തപുരം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് LDFനോട് കേഴുകയാണ്. ഞങ്ങൾക്കൊന്ന് കൈതരൂ എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി തന്നെയാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ UDFും LDFും കൈകോർത്ത് BJPയെ അവിടെ തോൽപ്പിക്കാനായി ഒരുമിച്ചിറങ്ങുകയാണ്. ഇനി പ്രതിപക്ഷവും ഭരണപക്ഷവും അവിടെ രണ്ടും ഇരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശനും ഇപ്പുറത്തിരിക്കുന്ന പിണറായി വിജയനും രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും ഇരിക്കേണ്ട ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ ശബരിനാഥൻ എന്ന് പറയുന്ന വ്യക്തി ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ ശബരിനാഥന് എത്രത്തോളം രാഷ്ട്രീയമായിട്ടുള്ള പക്വതയില്ലായ്മയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു നീക്കമാണ് ശബരിനാഥൻ അവിടെ കാണിച്ചത് എന്നുള്ളത് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ തങ്ങളുടെ മുഖ്യ ശത്രുവായിട്ടുള്ള CPMനെ അവർ എടുത്തു മാറ്റി നിർത്തി ഇനി BJP ആണ് ഞങ്ങളുടെ മുഖ്യ ശത്രു എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ ശബരിനാഥൻ ചെയ്തിരിക്കുന്നത്. ആവശ്യമില്ലാത്ത പണിയായിപ്പോയി. പക്ഷേ BJPക്ക് അത് ഗുണകരമായി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇത് LDFന് മനസ്സിലായി. അതായത് BJP തങ്ങളുടെ സ്ഥാനം കയ്യേറുന്നു എന്ന് LDFന് മനസ്സിലായി. LDF പറയുന്നു ഒരു കാരണവശാലും ശബരിനാഥനെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി മനസ്സിലായി. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രമേയ നീക്കം CPMന് ഗുണം ചെയ്യില്ല എന്ന് CPM മനസ്സിലാക്കി. നിലവിലെ അംഗസംഖ്യയിൽ 1/3 പിന്തുണച്ചാൽ മാത്രമേ അവിശ്വാസ പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കുകയുള്ളൂ. LDF കൂടി പിന്തുണച്ചാലേ പ്രമേയ നോട്ടീസിന് സാധ്യതയുള്ളൂ. 20 അംഗങ്ങളുള്ള UDFനോ 29 അംഗങ്ങളുള്ള LDFനോ തനിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധിക്കില്ല. 101 അംഗ കോർപ്പറേഷനാണ്. ഇതിൽ 34 പേർ ഒപ്പിടണം. കോൺഗ്രസും CPMും ഒരുമിച്ച് ചേർന്ന് പ്രമേയം കൊണ്ടുവന്നാൽ പോലും ഇത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇരുപക്ഷത്തിനും അറിയാം. അതിനിടെ അവിശ്വാസ പ്രമേയം വന്നാൽ എങ്ങനെ നേരിടണമെന്ന് നിർണായക കൂടിയാലോചനകൾ BJP നടത്തുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ കൗൺസിലിന്റെ പകുതിയിലധികം അംഗങ്ങൾ ഹാജരാകണം. അതായത് 51 പേരെങ്കിലും ഹാജരാകണം. LDFനും UDFനും കൂടെ ഉള്ളത് വെറും 49 അംഗങ്ങളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാ അർത്ഥത്തിലും അടപടലം തേഞ്ഞുപോയ ഒരു അവിശ്വാസ പ്രമേയ നീക്കമാണ് ഇപ്പോൾ കണ്ടത്. അത് BJPക്ക് വലിയ ഗുണകരമായി മാറി എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.